ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തെളിവ് എവിടെ? അതില്ല, അത് അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കോടതിയിൽ തെളിവല്ലേ പ്രധാനം. സിദ്ദീഖേ, ഈ ഒരു വിഷയത്തിന്റെ ഒരു രസകരമായ ഒരു സംഭവം ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഒരു കഥ പറയാനാണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു 2000-ലാണ് ഈ വിഷയം നടക്കുന്നത്. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു തുണിക്കട നടത്തിക്കൊണ്ടിരിക്കണേണ് കൊടുങ്ങല്ലൂർ ഭാഗത്ത്. അപ്പോൾ അവിടെ ഒരു പയ്യൻ വരും. അപ്പൊ ആ പയ്യനായിട്ട് നല്ല സൗഹൃദമായി. അതിന്റെ പേര് ഇസ്മായിൽ എന്നാണ്. നല്ല സൗഹൃദമായി. അപ്പൊ അങ്ങനെ അവനിടക്ക് വരും. അപ്പം വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ കാലത്ത് വേറെ ജോലിയൊന്നുമില്ല. അപ്പൊ കടയിലൊന്നും, അപ്പൊ എനിക്കും ഒരു സഹായിയായി. കടയിൽ ഇരിക്കലും പിടിക്കലും അവനിരുത്തിക്കൊണ്ട് എങ്ങാടെങ്കിലൊക്കെ പോകാനൊക്കെ പറ്റും. അപ്പൊ ഇങ്ങനെ പല പ്രാവശ്യവും ഞങ്ങളിങ്ങനെ മീറ്റ് ചെയ്ത് വന്നപ്പോ അവൻ സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ കുറെ അടുക്കുമ്പോൾ നമ്മളുടെ പരസ്പര കഥകളൊക്കെ പറയുമല്ലോ. അപ്പൊ എന്ന കൂട്ടത്തില് അവന്റെ വിഷയങ്ങൾ പറഞ്ഞു വന്നപ്പോ അവന്റെ വാപ്പ 2 കല്യാണം കഴിച്ചു. ആദ്യത്തെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്തു. രണ്ടാമത്തെ ഭാര്യയുടെ കൂടെയാണ് ഇവൻ ജീവിക്കുന്നത്. അതായത് ഇവന്റെ ഉമ്മയായിട്ട് ഇവൻ കാണുന്നത് വാപ്പ രണ്ടാമത് വിവാഹം കഴിച്ചത്. അതിലൊരു പെൺകുട്ടിയുണ്ട്, ഇവനൊരു ആൺകുട്ടിയാണ്. അപ്പോഴാണ് ഇവന്റെ ഉമ്മ വേറെയാണെന്നുള്ള കാര്യം ഞാൻ അറിയണത്. അപ്പൊ അവന്റെ ഉമ്മാനെ ഇതുവരെ അവൻ കണ്ടിട്ടില്ല. വാപ്പാടെ കൂടെയാണ് വളർന്നു വന്നത്. വളരെ കുഞ്ഞുനാളിൽ തന്നെ പിരിഞ്ഞു പോയതാണ്. അപ്പൊ ഉമ്മാനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് ഉമ്മയെ ഇങ്ങനെ ബന്ധം പിരിയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അവനിക്കത് പറയാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് അവൻ പറഞ്ഞു ഉമ്മ വേറൊരാളായിട്ട് ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. അത് കുടുംബത്തിൽ അറിഞ്ഞ് അങ്ങനെ ഡിവോഴ്സ് ആക്കിയതാണെന്നാണ് ഇവൻ പറയണത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ ഉമ്മ അപ്പൊ ഏത് നാട്ടിലാണ് താമസിക്കുന്നത്? ഉമ്മ പിന്നെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പൊ ഉമ്മ വേറെ കല്യാണം കഴിച്ച? ഇല്ല, ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ പോയൊരു സ്ത്രീയാണെങ്കിൽ വേറെ കല്യാണം കഴിക്കൂലേ? നിന്റെ വാപ്പ വേറൊരു കല്യാണം കഴിച്ചു, അതിലിപ്പോ വേറൊരു കുട്ടി ഉണ്ടായി. പക്ഷെ നിന്റെ ഉമ്മ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ മോശമായൊരു സ്ത്രീയാണെങ്കിൽ അവര് കല്യാണം കഴിക്കണ്ടേ എന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് അവൻ ചിന്തിക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായിരുന്നു ശരിക്കും സംഭവം? അപ്പൊ ഇങ്ങനെ ഒരു ഒരു പുരുഷൻ വീട്ടിലുണ്ടായിരുന്നു, അത് നാട്ടുകാർ പിടിച്ചു എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ സംശയം വെച്ചുകൊണ്ട് ജീവിക്കരുത്. കാരണം നിന്നെ പ്രസവിച്ചൊരു ഉമ്മയാണ്. നീ അവരുടെ അടുത്തൊന്ന് രഹസ്യമായിട്ട് പോകണം. അവരേതായാലും കല്യാണം കഴിക്കാത്തതുകൊണ്ടാണ്. കല്യാണം കഴിച്ചെങ്കിൽ നീ പോകണ്ടായിരുന്നു, പക്ഷെ നീ പോകണം. യഥാർത്ഥത്തിൽ അവരൊരു നിരപരാധി ആണെങ്കിൽ നീ അവരെ സംശയിച്ച് ജീവിക്കണതിന് തന്നെ ഒരു കാരണം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. നമ്മളിലൊക്കെ ഒരു സത്യമുണ്ട്. ആ സത്യത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ അതുകൊണ്ട് നീ അവിടെ പോയിട്ട് അവരോട് ചോദിക്കണം. അവരെ കാണാൻ ചെല്ലണ പോലെ ചെല്ലുക, സംസാരിക്കുക, എനിക്കിങ്ങനെ വരാൻ തോന്നിയെന്ന് പറയുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യണം? പയ്യെ ഉമ്മാനോട് കഥ ചോദിക്കുക. എന്താണ് ഉമ്മ സത്യത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുക. എനിക്ക് സത്യം അറിയണമെന്ന് പറയുക. അങ്ങനെ ഞാൻ കുറെ നിർബന്ധിച്ച് ലാസ്റ്റ് ഇവൻ പോയി. അങ്ങനെ ഇവൻ പോയിട്ട് പിന്നെ ഇവൻ വന്ന് ഭയങ്കര കരച്ചിലാണ് എൻ്റെ അടുത്ത്. അത് ഭയങ്കരമായിട്ട് കരയണേണ്. അങ്ങനെ ഞാനിവനെ ആശ്വസിപ്പിച്ചിട്ട് ചോദിച്ചു, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവൻ പറയാണ്, എന്താണ് ഉമ്മ പറഞ്ഞ കഥ. അതായത് വാപ്പ ഗൾഫിലായിരുന്നു, കല്യാണം കഴിച്ച് വാപ്പ ഗൾഫിൽ പോയി. ആ സമയത്ത് ഇവര് ഗർഭിണിയായിരിക്കണേ ഇവനാ, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇവര് അതായത് ഭർത്താവിന്റെ അനിയൻ പലപ്പോഴും വീട്ടിൽ വരും, ഇവരെ ശല്യം ചെയ്യും. ഇവര് പല വിധത്തിലും ഒഴിഞ്ഞുമാറാൻ ശ്രമം നടത്തിയിട്ടും ഇയാൾ ഇടക്കിടക്ക് ആരുമില്ലാത്ത ഗ്യാപ്പ് നോക്കി വന്നിട്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ ഉള്ള മൈൻഡ് നടത്തുമ്പോഴൊക്കെ ഇവര് പലപ്പോഴും ദേഷ്യപ്പെട്ടൊക്കെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അങ്ങനെ 1-2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോ ഇവര് ഭയങ്കര രൂക്ഷമായിട്ട് പറഞ്ഞ്, ഇനി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് പറയൂ എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഭ്രാന്തായി. അവൻ അരിശത്തോടുകൂടി ഇറങ്ങിപ്പോയി. പക്ഷെ ഇവൻ പോയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ ചെയ്ത പരിപാടി അവിടെയുള്ള ആളുകൾക്കിടയിലൊക്കെ ഇവനൊരു കിംവദന്തി പയ്യെ പറഞ്ഞു വരുത്താൻ തുടങ്ങി. ആരും ഇല്ലാത്ത സമയത്ത് അവിടെ ആരോ വന്നു പോണ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നൊക്കെ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇവൻ ചെറിയ രൂപത്തിൽ ചായക്കടയിൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരങ്ങൾ തുടങ്ങി. ഈ സ്ത്രീ ഒരു ദിവസം, അതായത് ഇവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വാതിൽ ഇങ്ങനെ കുറ്റിയിട്ടിട്ട് പുഴയിൽ പോയിട്ടാണ് കുളിക്കുന്നത്.
അപ്പൊ ഇവരിങ്ങനെ വാതില് കുറ്റിയിട്ടിട്ട് പോയി പുഴയിൽ പോയി കുളിക്കാൻ പോയി. കുളിയും കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വീട്ടിൽ വന്ന് കയറി ഇവര് ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാരുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു ജനാലയിൽ കൂടി വെക്കുമ്പോ ഈ അനിയൻ കുറെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് അവിടെ വന്ന് നിൽക്കണേന്. അപ്പൊ ഇവരെന്താണ് ഇങ്ങനെ വന്ന് നിൽക്കണമെന്ന് നോക്കലല്ല, കട്ടിന്റെ അടിയിൽ നിന്ന് ഒരുത്തന്നെ ഇറങ്ങി ഒറ്റ ഓട്ടോട് ഇവരുടെ വീട്ടിൽ നിന്ന്. ഇവരാകെ സ്തംഭിച്ച് നിൽക്കുമ്പോ എല്ലാരും കൂടി ഇവരെ ഈ ഒരു രീതിയിൽ, കാരണം ഇവരുടെ മുറിയിൽ നിന്ന് ഒരു പുരുഷൻ പുറത്തേക്ക് ഓടിപ്പോയി. ഇവര് വാവിളിച്ച് നിൽക്കണേന്. അങ്ങനെ എന്താണ് ഇവര് ഭർത്താവിനെ ഇവർ അറിയിക്കും. ഭർത്താവ് വരുന്നു, ഭർത്താവ് ഇവരെ ഡിവോഴ്സ് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഇതാണ് അവിടെ നടന്നത്. അന്ന് മുതൽ ഈ സ്ത്രീ പടച്ചോനൊരു ദിവസം എന്റെ സത്യം പുറത്തു കൊണ്ടുവരുമെന്നും പറഞ്ഞ് ഇവർ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെ കഴിഞ്ഞു. മകൻ വലുതായി, 24-25 വയസ്സുണ്ട് അവനിക്ക്. 25ാമത്തെ വയസ്സിലാണ് അവൻ സത്യം അറിയണത്. പിന്നെ അവന് ഉമ്മാനെ കാണാൻ പോക്കും, സ്നേഹമായി, ബന്ധമായി. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ വാപ്പ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇവൻ വാപ്പാനോട് കയർത്ത് ഉണ്ടായ സംഭവമൊക്കെ പറഞ്ഞുകൊണ്ട് കയർത്ത്. അപ്പൊ യഥാർത്ഥത്തിൽ ഞാനും ഒരു ശത്രുവായി മാറി. വാപ്പാടാ ഞാൻ കാരണം അവൻ പോയെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ യഥാർത്ഥത്തില് അവിടെ അവൻ പോയില്ലായിരുന്നെങ്കിൽ അറിയൂല. അപ്പൊ സത്യം അറിയാൻ വേണ്ടി ഇറങ്ങി ചെന്നാലാണ് സത്യം അറിയാൻ പറ്റുള്ളൂ. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കണത് വെച്ചിട്ട് അളക്കാൻ നിന്നാല് ഇവിടെ ഇപ്പൊ ഈ വിഷയത്തിലും അങ്ങനെ തന്നെ. ആർക്കും ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് ഈ കാറിൽ വെച്ചാണോ നടന്നത്, ടെമ്പോ ട്രാവലറിൽ വെച്ചാണോ നടന്നത്, ഇത് തന്നെ പലർക്കും അറിയില്ല. കുറെ ആളുകൾ പറയുന്നത് കാറിൽ വെച്ചാണ്, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് ട്രാവലറാണ്, കാറില്ല. അപ്പൊ കാറ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാൽ മീഡിയയിലെ കാറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളും സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളും സിനിമ ചെയ്ത സമയത്ത് നമ്മളുടെ സെറ്റിലേക്ക് ഒരു നായികനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു വണ്ടി പോയി കഴിഞ്ഞാൽ ആ നായികക്ക് ആ വണ്ടിയിൽ വെച്ച് എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഉത്തരവാദിത്തം എന്റെ തലയിലേ വരുള്ളൂ. കാരണം എന്റെ സിനിമയിലേക്കാണ് ആ നായിക വന്നത്. ഞാൻ പറഞ്ഞു വിട്ട ആളാണ് കൂട്ടിക്കൊണ്ടു വരുന്നത്. അതിലെന്തെങ്കിലും സംഭവിച്ചാൽ അതിനു വേണ്ടി സംസാരിക്കേണ്ട ആൾ ഞാൻ തന്നെയാണ്. മുമ്പന്തിയിൽ ഇറങ്ങി സംസാരിക്കേണ്ട ഒരാൾ ഞാൻ തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു സംസാരങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളാരും അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ ചുമതലകൾ കംപ്ലീറ്റ് പോലീസ്. നമ്മളിപ്പോ ആരെയും വിമർശിക്കുന്നില്ല. അല്ല, നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. ഈ പറയുന്ന മീഡിയ പറഞ്ഞ എല്ലാവർക്കും അറിയുള്ളൂ. നമ്മൾ ആർക്കും അറിയാത്ത എന്തൊക്കെ നിഗൂഢതകൾ ഇതിനകത്തുണ്ട്. ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് സത്യം തന്നെ. ഇനിയിപ്പോ വേറെ കാര്യങ്ങൾ കോടതി പറഞ്ഞ പോലെ ഈ ഗൂഢാലോചന ഉണ്ട്. പുറത്തുനിന്ന് ഒരാളല്ലാതെ ഇവർക്ക് തന്നെ ഗൂഢാലോചന നടത്താലോ. ഈ പറയുന്ന പ്രതികൾ മാത്രം ഗൂഢാലോചന നടത്തി അവരെ തട്ടിക്കൊണ്ടുപോയി ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ വാങ്ങുക എന്നുള്ള ഒരു ഇത് വേണമെങ്കിൽ അവർക്ക് ഗൂഢാലോചന നടത്താം. അതും ഗൂഢാലോചനയാണ്. പക്ഷേ പുറത്തുനിന്നൊരു ഗൂഢാലോചന വന്നിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ ആർക്കും പറ്റണം, പ്രോസിക്യൂഷന് പറ്റണം. അതാണിപ്പോ പ്രേംകുമാർ പറഞ്ഞത്. നടി പറയുന്നു ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന്, മഞ്ജു വാര്യർ പറയുന്നു ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന്, പോലീസ് പറയുന്നു ഗൂഢാലോചന ഉണ്ടെന്ന്, ഇപ്പൊ ദിലീപും പറയുന്നു ഗൂഢാലോചന ഉണ്ടെന്ന്. അപ്പൊ ദിലീപും പറയുന്നുണ്ട്. പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ 8ാം പ്രതി എന്ന് പറയുന്ന ദിലീപും പറയുന്നുണ്ട് ഗൂഢാലോചന ഉണ്ട്, ആളെ പെടുത്തിയിട്ടുണ്ട്. അത് പുറത്തു വരണം. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയല്ലേ നിൽക്കണം. അതിനുവേണ്ടി ശ്രമിക്കണം. അതല്ലാണ്ട് പക്ഷം തിരിഞ്ഞ് വെറുതെ അങ്ങോട്ടും കൂടി ചീത്ത പറയുക, ജഡ്ജിനെ കുറ്റം പറയാം, നിയമത്തെ കുറ്റം പറയാം, കോടതിയെ അത് പാടില്ല. അതാണ് സത്യം, മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും കോടതിയാണ് അവസാനത്തെ വാക്ക്. അപ്പോൾ അതിനെ മാനിക്കണം. അത് വരും തലമുറയിലെ കുട്ടികളും അത് മാനിക്കാൻ ബാധ്യസ്ഥരാണ്. അതിന് വഴി കാണിച്ചു കൊടുക്കേണ്ടവർ മുതിർന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് കോടതിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരെന്ത് ശിക്ഷയാണോ വിധിച്ചത് അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു യാത്രയിലാണ്. ഞങ്ങൾ ചെന്നൈക്ക് പോവുകയാണ്. ആ സമയത്ത് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സ്നേഹപൂർവ്വം.